അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വൺ പ്ലസിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വൺ പ്ലസ് പഴയ വൺ പ്ലസ് ഒന്നുമല്ല, ഇപ്പൊ അവർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പൊ പണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ വൺ പ്ലസ് ചെയ്തുകൊണ്ടിരുന്നത് കുറവ് വിലയ്ക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് ഒക്കെ വിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വൺ പ്ലസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ആപ്പിളും സാംസങ്ങും ആയിട്ടൊക്കെ കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പലരും വൺ പ്ലസിന്റെ ഫോൺസ് ഒക്കെ മേടിക്കാറുണ്ട്. പക്ഷെ എന്നാലും ആ പഴയ വൺ പ്ലസ് ഒക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു പുതിയ വൺ പ്ലസ് ആണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വൺ പ്ലസിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വൺ പ്ലസിൽ ഉള്ളതെന്ന്. അപ്പോൾ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ചരിത്രത്തെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. ഇപ്പോൾ വൺ പ്ലസ് തുടങ്ങിയത് 2014 അപ്പോൾ അന്ന് നമുക്ക് പറയാൻ പറ്റും ഷോമി ഒക്കെ വന്നായിരുന്നു, പിന്നെ വിവോ, ഒപ്പോ ഇവരുടെ ഒക്കെ എൻട്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് തന്നെയാണ് വൺ പ്ലസ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒപ്പോ, വിവോ, വൺ പ്ലസ് ഒക്കെ ഇവർ BBKയുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരേ സമയത്താണ് നമുക്ക് പറയാൻ പറ്റും അവരൊക്കെ വന്നത്. അപ്പോൾ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ വൺ പ്ലസ് അന്ന് ലോഞ്ച് ചെയ്തായിരുന്നു 22,000 രൂപയ്ക്ക്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറവ് വിലയ്ക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് ഒക്കെ വിൽക്കുന്നു. അപ്പോൾ പലരും അവരുടെ ഫോൺസ് ഒക്കെ മേടിക്കായിരുന്നു. പക്ഷെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഷോമി നോക്കുവാണ്, ഒപ്പോ നോക്കുവാണ്, വിവോ നോക്കുവാണ്, അവരുടെ ഒന്നും സോഫ്റ്റ്വെയർ ഒന്നും പോരാ. പക്ഷെ വൺ പ്ലസിന്റെ സോഫ്റ്റ്വെയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് നല്ലതാണ് മറ്റുള്ള ചൈനീസ് ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പം. അപ്പൊ അതുകൊണ്ട് പലരൊക്കെ വൺ പ്ലസ് ഫോൺസ് ഒക്കെ മേടിക്കുമായിരുന്നു അവരുടെ സോഫ്റ്റ്വെയറിന് വേണ്ടി, പിന്നെ അവരുടെ ഹാർഡ്വെയറിനൊക്കെ വേണ്ടി. പതുക്കെ വൺ പ്ലസ് 2 ഇറങ്ങി, വൺ പ്ലസ് 3 ഇറങ്ങി, അവരുടെ പ്രൈസിങ്ങും അതേപോലെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. 25K, 27K, 30K വരെ അവരൊക്കെ ആയിട്ടുണ്ട്. വൺ പ്ലസ് 5 ഒക്കെ ആയപ്പോൾ അവർ കുറച്ചുകൂടെ പ്രൈസിങ് കൂട്ടി 33,000 രൂപയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അവരിങ്ങനെ പോയിക്കൊണ്ടത്. അപ്പൊ അത് തന്നെയല്ല, അന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ വൺ പ്ലസിന്റെ മെയിൻ ഐഡിയോളജി എന്ന് വെച്ചാൽ കുറവ് വിലയ്ക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് ഒക്കെ വിൽക്കുമായിരുന്നു. അതായിരുന്നു അന്ന് അവർ മെയിൻ നോക്കിക്കൊണ്ടത്. പക്ഷെ ഇന്ന് നിങ്ങൾ അവരുടെ വില നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ അവർ 20K ആ പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയാണ് അവർ ഫോൺസ് ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ 30K ആയി, 35K ആയി, 40 ആയി, ഇപ്പൊ 60K വരെ ആയിട്ടുണ്ട്, 65K വരെയൊക്കെ പോയിട്ടുണ്ട് വൺ പ്ലസ് 9 Pro ഒക്കെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. അപ്പൊ പണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവരുടെ ഇവന്റ്സ് ഒക്കെ ചില കഫേസിലൊക്കെ ആയിരുന്നു, ചെറിയ സ്ഥലത്തിലൊക്കെ ആയിരുന്നു അവരുടെ ഇവന്റ്സ് ഒക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇവന്റ്സ് ഒക്കെ വലിയ സ്ഥലത്തും അതൊക്കെ തന്നെയാണ്. അപ്പൊ വൺ പ്ലസ് ടോട്ടലി മാറിയിട്ടുണ്ട് അന്നൊക്കെ. അപ്പൊ അന്ന് റാക്സ് ടു റിച്ചസ്റ്റ് സ്റ്റോറിയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വൺ പ്ലസ് വണ്ണിന്റെ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ OSന്റെ കാര്യത്തിൽ അപ്പൊ അന്നൊരു സൈനോജൻ OS എങ്ങാണ്ടായിരുന്നു അന്ന് അവർ ഫസ്റ്റ് ഇറക്കിയത്. പിന്നെ വൺ പ്ലസ് 3ന്റെ സമയത്ത് എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട്, പിന്നെ ഒരു ഓക്സിജൻ OSലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, വൺ പ്ലസിന്റെ ബെസ്റ്റ് UIയുടെ ടാഗ് ലൈനും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് വാല്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ജനറലി നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് തന്നെ 10K to 20Kയുടെ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോൺസ് പലരും പറയുന്നത് ഷോമിയാണ്. പിന്നെ 20Kയുടെ ഫോണിൽ പലരും പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് വൺ പ്ലസിന്റെ ഫോൺസ് ആണ്. അപ്പൊ ഈ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു മാർക്കറ്റിലൊക്കെ. അപ്പൊ റീസെന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വൺ പ്ലസിന്റെ ഫൗണ്ടർ കാൾ പൈ വൺ പ്ലസിനോട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട് വൺ പ്ലസിന്റെ ടീമിൽ നിന്ന്. അപ്പൊ അവരൊന്നും നോക്കുന്നില്ല, ഇപ്പൊ വേറെ ടീമാണ് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില ചേഞ്ചസ് ഒക്കെ വൺ പ്ലസിൽ കറന്റ് വന്നിട്ടുണ്ട്. അപ്പൊ പണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈം ടു ടൈം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. പണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടത് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് പിക്സൽ ഫോൺസിനും വൺ പ്ലസ് ഫോൺസിനാണ്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങും പിക്സൽ ഫോൺസിനാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് നിങ്ങൾക്ക് നേരത്തെ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസിങ്ങിനും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈയിടെയായിട്ട് വൺ പ്ലസ് ഫോൺസിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ നിങ്ങൾ വൺ പ്ലസ് 70 അല്ലെങ്കിൽ 7 സീരീസ് ആണ് നമുക്ക് പറയാൻ പറ്റും അവസാനത്തെ നല്ല ഫോൺസ് വൺ പ്ലസ് ഒക്കെ ഇറക്കിയത്. വൺ പ്ലസ് 8 സീരീസ് 9 സീരീസ് ഒക്കെ ഇറക്കിയപ്പോൾ അവർ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. 9 സീരീസ് എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് കൊളമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൺ പ്ലസ് 9R നോക്കുവാണെങ്കിൽ നല്ല ഫോണാണ്, 9 Pro നല്ല ഫോണാണ്. പക്ഷെ 9ൽ ഒരു ഉപയോഗം തന്നെയില്ല. അതിനേക്കാൾ ഭേദം വൺ പ്ലസ് 9Rലോട്ട് പോകുന്ന അതോ 9 Proലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് മെയിൻ തോന്നിയത്. പിന്നെ അപ്പൊ അത് തന്നെയല്ല, നിങ്ങൾ നോക്കുവാണെങ്കിൽ വൺ പ്ലസ് ഇപ്പോൾ മെയിൻലി ഹൈപ്പിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വൺ പ്ലസ് നോട്ട് സീരീസും ഹാസൽബ്ലേഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. ഹാസൽബ്ലേഡ് ടെക്നോളജി നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർ പറഞ്ഞത് വലിയ സംഭവമൊക്കെ ആയിട്ട്, പക്ഷെ ആക്ച്വലി ഫോൺ യൂസ് ചെയ്തപ്പോൾ കുറച്ച് വ്യത്യാസം കണ്ടേ ഉള്ളൂ. മെയിൻലി ഒരു വലുതായിട്ടൊരു ചേഞ്ച് ഒന്നും ക്യാമറാസിനൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് മെയിൻ ഹൈപ്പ്. പിന്നെ വൺ പ്ലസ് നോട് നിങ്ങൾക്ക് അറിയിക്കും ഭയങ്കര ഹൈപ്പായിരുന്നു, നല്ല ഫോണാണ്. പക്ഷെ അവസാനം നോക്കിയപ്പോൾ മീഡിയം ഫോൺ തന്നെയാണ്, കൂടുതൽ പ്രതീക്ഷിക്കാനൊന്നും തന്നെയില്ല. ഇതൊക്കെ തന്നെയാണ് വൺ പ്ലസ് മെയിൻലി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. ഹൈപ്പിലും പല കാര്യങ്ങളിലാണ് ഇപ്പൊ വൺ പ്ലസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടുള്ള വൺ പ്ലസിന്റെ ഐഡിയോളജി അല്ല ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണ്. അപ്പൊ അത് തന്നെയല്ല, നിങ്ങൾ പല കഥകളൊക്കെ കണ്ടു കാണായിരിക്കും. പണ്ടുള്ള ആൾക്കാർ ഒന്നും തന്നെ അന്ന് അവർക്കൊരു അഹങ്കാരം ഇല്ലായിരുന്നു, അവരെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുകയാണ് അവർ വലിയ ആൾക്കാരെ അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അതേ സംഭവം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും വൺ പ്ലസിനും സംഭവിച്ചതെന്ന്. ഇതൊക്കെ തന്നെയാണ് മെയിൻ നോക്കിയത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്നോവേഷന്റെ കാര്യത്തിൽ. അപ്പൊ വൺ പ്ലസ് 8 9R നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ഡിസൈനിന്റെ ചേഞ്ചസും കുറച്ച് ഹാർഡ്വെയറും ചെറിയ വ്യത്യാസം കണ്ടോളൂ. അവർ റീബ്രാൻഡ് ചെയ്തിട്ട് വൺ പ്ലസ് 9R ഇറക്കിയത്. അപ്പൊ വൺ പ്ലസ് 8 9R ഒരു വ്യത്യാസവും ഇല്ല. ചിലപ്പോൾ 9Rൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയേക്കാം. ഇതൊക്കെ തന്നെയാണ് വൺ പ്ലസ് ചെയ്യുന്നത്. റീബ്രാൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ.
ഇതാണ് മെയിൻ നടക്കുന്നത്. ഇപ്പോൾ OnePlus Nord CE 5G നിങ്ങൾക്ക് അറിയിക്കാം, അത് ഒപ്പോടെ ഏതോ ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അവർ ഇപ്രാവശ്യം ഇറക്കിയത്. അപ്പോൾ അവരുടെ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ പതുക്കെ താഴ്ന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും OnePlus ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു OnePlusന്റെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഒപ്പോയുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്, വിവോയുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ പണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലരൊക്കെ ചൂസ് ചെയ്തത് OnePlusന്റെ സ്മാർട്ട് ഫോൺ ആണ്, കാരണം എന്ന് വെച്ചാൽ ബെറ്റർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആര് എന്തുകൊണ്ട് OnePlusന്റെ ഫോൺ ചൂസ് ചെയ്യണം? കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പല ഡൗൺ ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പോയുടെ വിവോയുടെ ഫോൺസ് ഒക്കെ ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. അവരുടെ ഫോൺസിനകത്തൊക്കെ ഇപ്പോൾ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് തന്നെ OnePlusന്റെ ഫോൺ ചൂസ് ചെയ്യണം? അതിന്റെ മെയിൻ കാരണമാണ്, അഥവാ ചൂസ് ചെയ്താൽ അതിന്റെ മെയിൻ കാരണമായിരിക്കും ബ്രാൻഡ് വാല്യൂം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കാരണം. പിന്നെ വേറൊരു റീസൺ തന്നെ ഇല്ല ആൾക്കാർ OnePlusന്റെ ഫോൺസ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്പോയുടെ വിവോയുടെ ഫോൺസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്, ബെറ്റർ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. OnePlusന്റെ ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതേ പ്രൈസ് ബ്രാക്കറ്റിൽ OnePlus ഇപ്പോൾ ബ്രാൻഡ് വാല്യൂയുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് 5G കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ റീസെന്റ് OnePlus പറഞ്ഞായിരുന്നു അവരുടെ സ്മാർട്ട് ഫോണകത്ത് 5G ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OnePlus 9R, 9 Pro ഒക്കെ. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞായിരുന്നു ഇതിനകത്ത് 5G ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി അവർ പറഞ്ഞായിരുന്നു, അവർ 5G ബാൻഡ്സ് ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിനകത്ത് 5G ഒക്കെ സപ്പോർട്ടൊക്കെ ആവുന്ന. പക്ഷെ റീസെന്റ് അവർ തന്നെ പറഞ്ഞു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊണ്ടൊന്നും ഒന്നും തന്നെ ആവത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നേരത്തെ അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊണ്ട് 5G ഒക്കെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആവും. പക്ഷേ റീസെന്റ് അവർ പറഞ്ഞു അതുകൊണ്ടൊന്നും ആവത്തില്ലെന്ന്. പിന്നെ അത് തന്നെ ഈ വിലക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ്, 60K ഒക്കെ കൊടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഒരു ബാൻഡ് 2 ബാൻഡ് ഒക്കെ തന്നെ കിട്ടുന്നുള്ളൂ OnePlus ഫോണിനകത്ത് 5Gക്കൊക്കെ. ഇപ്പോൾ നിങ്ങൾ Mi 11 X Pro നിങ്ങൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല, എനിക്കൊന്ന് Mi 11 X Pro തന്നെയാണ്. നിങ്ങൾ 13 ബാൻഡൊക്കെ കിട്ടുന്നുണ്ട് 40K ആ പ്രൈസ് ബ്രാക്കറ്റിൽ തന്നെ. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ Xiaomi ചെയ്യുന്നുണ്ട്. പക്ഷേ OnePlus 1-2 ബാൻഡൊക്കെ തന്നെയാണ് അവരുടെ സ്മാർട്ട് ഫോണിനകത്ത് ഇടുന്നത്. അപ്പോൾ ഇതും വേറെ സംഭവങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് ആണ് Android 11 കാര്യങ്ങളൊക്കെ. അപ്പോൾ Android 11നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ OnePlusന്റെ Pro സീരീസിനകത്തൊക്കെ നേരത്തെ തന്നെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് Nord സീരീസും 7 സീരീസിനകത്തൊക്കെ വന്നത്. അപ്പോൾ ഐഫോൺസ് നിങ്ങൾ നോക്കുക അതേ ഒരേ സമയത്ത് തന്നെയാണ് അവർ അപ്ഡേറ്റ്സ് ഒക്കെ പുഷ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ കുറച്ച് ടൈം ഡിലേ ചെയ്തു. Nord സീരീസിനകത്തൊക്കെ അവസാനമാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതൊന്നുമല്ല മെയിൻ സംഭവം സോഫ്റ്റ്വെയർ ആണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ OnePlus 70യെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് Wide1 L1 സപ്പോർട്ടൊക്കെ അറിയായിരിക്കും. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിനകത്ത് നിങ്ങൾക്ക് ഫുൾ HD നിങ്ങൾക്ക് വീഡിയോസ് കാണാം, ആമസോൺ പ്രൈമിലൊക്കെ കാണുന്നത്. അപ്പോൾ Wide1 L1 സപ്പോർട്ട് OnePlus 70ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ Android 11ന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ Wide1 L1ന്റെ സപ്പോർട്ട് പോയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ 1080pയിലൊന്നും വീഡിയോസ് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല ആമസോൺ പ്രൈമിനകത്തും നെറ്റ്ഫ്ലിക്സിനകത്തൊക്കെ. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ OnePlus ചെയ്യുന്നുണ്ട്. അവർ ബീറ്ററെ ആ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്ത് OnePlus ഫോൺസിനകത്ത് പല ബഗ്സ് ഒക്കെ വരുന്നുണ്ട്. സ്പെഷ്യലി 7 സീരീസിനകത്തൊക്കെ പല ബഗ്സും വരുന്നുണ്ട്. പിന്നെ Wide1 L1ന്റെ സപ്പോർട്ടുമായി OnePlus 7Tക്കകത്തൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും OnePlus ഒന്നും തന്നെ കെയർ ചെയ്യുന്നില്ല. അവർ മെയിൻ ചെയ്യുന്നത് ശരി. ഇപ്പോൾ അവർ Wide1 L1 സപ്പോർട്ട് അവർ ഡിസേബിൾ ചെയ്തു. പക്ഷെ ആ 70 യൂസേഴ്സ് ചിലപ്പോൾ 9 Pro ഒക്കെ മേടിക്കാൻ ആ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഡിസേബിൾ ചെയ്തത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഈ കാര്യങ്ങളുണ്ട് OnePlusനകത്തൊക്കെ. അപ്പോൾ എനിക്ക് മെയിൻ ചോദിക്കാനുള്ളത് ഇന്നത്തെ ഡേയിൽ ആര് എന്തുകൊണ്ട് തന്നെ OnePlus ഫോൺ മേടിക്കണമെന്ന്. നിങ്ങൾക്ക് ഐക്യൂടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്, അതേസമയം നിങ്ങൾക്ക് ഒപ്പോയുടെ കിട്ടുന്നുണ്ട്, ഷോമിയുടെ കുറെ സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ. പിന്നെ വിവോയുടെ ഒക്കെ സ്മാർട്ട് ഫോൺസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് തന്നെ OnePlus ഫോൺസ് മേടിക്കണം നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് വാല്യൂ കാരണം, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ കാരണം, വേറൊരു റീസൺസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐക്യൂക്കകത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വിവോയ്ക്കകത്ത് കൂടുതൽ സ്പെസിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. വേറെ ഒരു കാരണവുമല്ല OnePlus ഫോൺസ് മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും OnePlus വേറെ ബ്രാൻഡ് ആയിരുന്നു പണ്ട്. ഇന്ന് നിങ്ങൾ നോക്കുക അത് കംപ്ലീറ്റ്ലി വേറെ ടൈപ്പ് ബ്രാൻഡ് ആയിട്ടുണ്ട്. ഇതേ ഉള്ളതെന്ന് എനിക്ക് പറയാൻ ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അർത്ഥം OnePlus ഫോൺസ് ഒന്നും പന്നെയാണെന്നൊന്നും അല്ല. OnePlus ഫോൺസും നല്ലതൊക്കെ തന്നെയാണ്. അതിന് നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ട്, നല്ല UI തന്നെയാണ് നമുക്ക് പറയാൻ, നല്ല പെർഫോമൻസും കിട്ടാറുണ്ട്. അപ്പോൾ മറ്റുള്ള ഫോൺസ് വെച്ച് നോക്കാറുമ്പോൾ OnePlus നമുക്ക് പറയാൻ നല്ല ബ്രാൻഡാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ ഐഡിയോളജി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഉള്ളതെന്ന് എനിക്ക് പറയാൻ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.